തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. വെറുതെ 4 പോസ്റ്റർ എഴുതി ഒട്ടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ആളുകളെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ ചെന്ന് അവളെയും മാഷയും കൈയോടെ പിടിച്ച് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇറക്കണമായിരുന്നു. അങ്ങനെ അവരുടെ മുഖം മൂടി വലിച്ചു കീറണം. മുഖം മൂടിയോ? അവരുടെ തനിനിറം വെളിച്ചത്താക്കണമായിരുന്നെന്ന് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഊര് തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിലല്ലേ. തന്റെ കയ്യിൽ പല വിളവുകൾ ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ താൻ വെറും ഒരു ഫൂളായി പോയില്ലടോ. ഇനിയിപ്പോ അടുത്ത പടി എന്താ ചെയ്യാൻ കഴിയുമെന്ന് പറയും. വഴിയുണ്ട്. കുഞ്ഞാലിയോട് മാത്രം മീൻ വാങ്ങുള്ളൂ ചോദിച്ചോ മറ്റേ മീൻകാരൻ? അല്ല, ആ കഷ്ണിക്കാരൻ. ഓ, സുലൈമാൻ. ഓനും ഞാനുമായിട്ട് ലേശം ഉടക്കില്ല. ഒരു ഐസ്റ്റേഷൻ തരുമോ? അയ്യേ, മീനുമേ കിടക്കണ ഐസൊന്നും തിന്നാൻ കൊള്ളില്ല മോളെ. ഐസിനെ കിടക്കുന്ന മീനോ? കൊള്ളാലോ. എന്താ കറങ്ങി കിടക്കണേ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ലാന്ന്. സ്കൂളിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാകുന്നു. എല്ലാ കുടിയിലും കയറി ഇറങ്ങി ആരൊക്കെയോ പറഞ്ഞിട്ട് പോയിന്. നമ്മൾ പേടിച്ചിട്ട് കുട്ടികളെ വിട്ടില്ല. ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല. കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിട്ടോ തൊപ്പി വെച്ചോ വന്നതിനെ അന്നാട്ടിലുണ്ടായ കച്ചറകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളില്? ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ? കുട്ടികളെ ആരെയും കാണാനില്ല. അപ്പൊ ടീച്ചർ വേറെ പറഞ്ഞില്ലേ? ഇല്ല. എന്താ? അന്തർജനമാണ് അറിവ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത്. പറയുന്നതിന് വേറൊന്നും തോന്നരുത്. ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാലും സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും. ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ? ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജിവെച്ച് വീട്ടിൽ പോയിരുന്നു. ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ചാ സ്കൂളിലേക്ക് വരണത് തന്നെ. അങ്ങനെ പേടിക്കാൻ വന്നാൽ ഇവിടെ ഒളിക്കാൻ കാട് വേണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇംഗ്ലാവ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാളെ ഉത്തര വേണ്ടല്ലോ. ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കുന്ന നായ്ക്കളെ നിരക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ? ബസ്സിന് 10 പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുട്ടികളക്കി ബസ് നടയിപ്പിച്ച നിങ്ങൾ യൂണിയനിന്റെ ഇക്കാര്യത്തിൽ തൊള്ളിമുട്ടിയിരിക്കണേ. ഇത് അങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂസേ. അടങ്ങാഞ്ഞിട്ടല്ല, മുൻകാലും വോട്ടിനെല്ലാം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ. ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാധീനക്കാരാ. ആൾക്കാരാ. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒറ്റ ചിന്തല്ലേ ഉള്ളൂ. അല്ല, ഇനിയിപ്പം നാളെ മുതൽ മുസ്ലിം സ്കൂളിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? രാജ്യത്ത് വീട്ടിൽ പോയി കുത്തിരിക്കും. എന്തേ ചിന്തിക്കണേ? രാജിവെച്ച് പോകാൻ പറയാൻ എളുപ്പാ. 75,000 1 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ. ആചാര്യ നല്ല മനസ്സുകൊണ്ട് നിങ്ങളൊന്നും ആ വിഷമം അറിയില്ല. അതുകൊണ്ടാണ് ഈ കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയണേ. മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത്? അറിയാനിട്ടല്ല, എന്നാലും എന്റെ മോന് പോവാന്ന് ഓർക്കുമ്പോ ഉമ്മ, ഞാൻ എത്ര ക്ഷമിച്ചു, എന്തൊക്കെ സഹിച്ചു. അവസാനം സ്കൂൾ വരെ നിർത്തലാക്കുക. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം. ഇനി എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം. പോരെ, എനിക്ക് ഇത്രയൊക്കെ പോരെ. ഓരോ റിവിലേസുകൾ പറഞ്ഞു മനുഷ്യന്മാർക്ക് സ്വൈരം കെടുത്താൻ. സാരല്ലമ്മ, എനിക്ക് പോയേ പറ്റൂ. മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞ അവര് സമ്മതിക്കില്ല. അവരുടെ മൂത്തോക്ക് മറുത്തു പറയാൻ എനിക്കാവില്ലമ്മ. എന്നാലും എന്റെ കുഞ്ഞാനോടെങ്കിലും പറയണം. പറയാതെ പോയാ ഓന് സഹിക്കൂല. വയ്യമ്മ, കുഞ്ഞാനോട് യാത്ര പറയാൻ എനിക്ക് വയ്യ. മോളെ, ആചാര്യ ഏൽപ്പിക്കാൻ കൊടുത്ത രാജിക്കത്ത്. ഇങ്ങനെ ഒളിച്ചോടി പോകാൻ മാത്രം എന്താ ഉണ്ടായത്? ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത്? ആചാര്യ പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു? അതെ, ടീച്ചർ രാജിവെച്ച് പോയി നിൽക്കുക. എന്നാൽ ഈ പ്രശ്നം തീരൂ.
എല്ലാവർക്കും ഇപ്പൊ പ്രശ്നം ഞാനാണ്. പ്രായമായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു. സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ? അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു? ഒരു തൊഴിലിനു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി. എതിർപ്പുകളെ അതിജീവിച്ച ആദർശധീരതയുടെ ഒരു കണ്ണിയാണ്. സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ. ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നത്തിൽ തളരരുത്. എന്താ സർ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എത്ര സഹിച്ചു, ക്ഷമിച്ചു, കാണും. ഇനി വയ്യ. ആദർശധീരതയുടെ പേരിൽ ഒരു ജോലി ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവനാ ഞാൻ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഗായത്രി ഈ ജോലി തുടരണമെന്നാ. ഇതിലൊക്കെ ഇത്ര തലപോകഞ്ഞ് ആലോചിക്കാൻ എന്താ ഉള്ളത്? തന്നെ സ്കൂൾ പൂട്ടുന്നുള്ള കാര്യം തീർച്ച. അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റ് അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല. ആണ് നേരവും കയറി കളിക്കേണ്ടത്. അത് മനസ്സിലായി ആയല്ലോ. ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കൂടെ ശ്രമിച്ചതല്ലേ? പല അടവും പയറ്റി നോക്കിയതല്ലേ? എന്നിട്ട് എന്തേ ആചാര്യ സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിയെന്ന്? അത് പക്ഷേ അന്ന് ചേലക്കാടൻ എന്റെ കൂടെ നിൽക്കാത്തോണ്ടല്ലേ. അത് അന്നത്തെ രാഷ്ട്രീയം. മേന്നെ രാഷ്ട്രീയത്തിന് സ്ഥിരം ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല. അതിരിക്കട്ടെ, വെണ്ണെന്ത് തീരുമാനിച്ചു? എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല. ഇപ്പൊ ഒരു പിടിപിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ കയ്യിലിരിക്കും. ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം. എന്നെങ്കിലും ഹാജിയാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ. ആണല്ലോ. എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട. അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല. അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാലുണ്ടല്ലോ. ഇതാണ് ആണുങ്ങളുടെ ഭാഷ. തറവാടി എന്നും തറവാടി തന്നെ. അപ്പൊ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം. കളിക്കാം. പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം. എന്തത്ര സംശയം? പക്ഷെ ഒരു കാര്യം, മേനു ആ വിചാരം വേണേ. സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നോ മൂസ? സ്കൂളിലെന്ത് പ്രശ്നം? നാട്ടുകാർക്കല്ലേ പ്രശ്നം. പടച്ചവും സാധിച്ചത് സ്കൂളിൽ ഒരു പ്രശ്നമില്ല. ആദ്യം തന്നെ ഓണർ, നമ്മൾ തന്നെ റിയോളും. നായരെ ഒരു മുറുക്കാനോട്ട് എടുക്ക. ഈ കാക്കിത്തുണിക്കൊക്കെ ഇപ്പൊ എന്താണ് വില? എന്തേ വേറൊരു പോലീസ് ചേർന്നു? ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കിത്തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ? അപ്പൊ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി തരായിട്ടുണ്ടാവും. വാച്ച്മാനല്ലോ, ഇത് പിയൂണിന്റെയാ. പിയൂണോ? എവിടെ? അപ്പൊ താൻ ഈ കഥയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ മേനോൻ സ്കൂൾ നടത്തണമെങ്കിൽ അവിടുത്തെ പിയൂൺ ആരാ? ഈ വാഴ് ഇവിടുത്തെ സ്കൂൾ മേനോൻ നടത്തേ? ആരാ അത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? ലോകപ്പ് അവസാനിക്കും, ഞാനും എന്റെ കെട്ടോളും ഒരു തട്ടാനും മാത്രം ബാക്കിയായാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ പരമുകാരെ. നമ്മുടെ കുട്ടികളെ 4 അക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത്? ആർക്കും ആരെയും പഠിപ്പിക്കാം, ആരുടെ കീഴിലും പഠിക്കാം. അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല. നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു. പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ? ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപകലില്ലാതെ ഓലമറഞ്ഞെടുത്തില്ലേ? അന്നൊന്നും ആരും ജാതിയും മതവും ഓർത്തുമില്ല, പറഞ്ഞുമില്ല. ആർക്കു വേണ്ടിയാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി. പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത്? എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. ഈ സ്കൂൾ പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണത്. അറബി പഠിപ്പിക്കണം, നമ്പൂരിച്ച് വന്നിരിക്കണം. ഓഹോ, എങ്ങോട്ടാ? അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? 4ാം തീയതിക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവര് ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. എങ്ങനെയാ വിശ്വസിക്കുക? മേച്ചഭാഷയല്ലേ പഠിപ്പിക്കണേ. നേത്തന്മാരെ വീട്ടിൽ താമസവും. അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്ര അശുദ്ധാവില്ലെന്ന് ആരുള്ളൂ. ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ?
രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടുകൊണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും പട്ടരെയും കണ്ടുകൊണ്ടുമല്ല. സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളുമല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുപറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല. ഒന്നും പറയണ്ട. ആലോചിച്ച് കണ്ടുപിടിച്ചൊരു സൂത്രം. ടീച്ചറെ തടയുക. എന്നിട്ട് എന്തുണ്ടായി? നാട്ടിലുള്ളവർ മുഴുവൻ എതിരായി. അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേ? ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെയല്ല, മിത്രങ്ങളെയാണ്. എന്നുവെച്ചാൽ സംഗതി ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണല്ലോ. അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു. ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം. കണ്ണീരും കൈയുമായി ടീച്ചർ പരിപാടിയിൽ ഇറങ്ങുന്നു. നിരാലംബയായ നിസ്സഹായായ ഒരു പെൺകുട്ടി സഹികെട്ടിറങ്ങിത്തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ. ഞാൻ അതെ, വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു. അങ്ങനെ ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും. പിന്നെ നിങ്ങൾ കളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ. നേരിന്റെ ടെക്നിക്ക് മനസ്സിലായോ? അവർ ഉഗ്ര നേടിയാണല്ലോ. ഒറ്റ വെടി ഹാജിയാരെയും ശേഖരനെയും എടുക്കാം. അതിനൊരു കാര്യം, ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല, മർമ്മം നോക്കി അടിക്കുക. ഞാനാ വാര്യർ. എന്തേനു? ഒന്നുമില്ല, ടീച്ചറൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, അതിനെന്താ? വിളിക്കാൻ തൊള്ളയിൽ നാവില്ലേ? ഇങ്ങനെ കള്ളന്മാരെ പോലെ പരുങ്ങണത്. മോളെ ഒന്നുകൊണ്ട് വരി. ഇതാ ബാറിന് തെരഞ്ഞു വന്നിക്കുന്നു. എന്താ? അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ, മേലിന് വളരെ വിഷമുണ്ട്. ഈ കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോൻ പറഞ്ഞത്. അല്ല, ഇങ്ങോട്ട് നോക്കുക. അല്ലാതെ ടീച്ചറോട് ഒത്തിരി വിരോധം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അവിടെ ബോധ്യപ്പെടുത്തി. നിങ്ങളോ? അല്ല, ശേഖരൻ മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇപ്പൊ കമ്മിറ്റിക്കാരുടേത് മാത്രമല്ല, ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുക. അതും മാത്രമല്ല, ടീച്ചർക്ക് ഇവിടെ താമസിച്ചുകൊണ്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം. ഞാനിങ്ങനെ പറഞ്ഞില്ല. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം. നമുക്ക് നഷ്ടപ്പാടില്ലേ? ഇവിടെ ഈ മെയിൻ്റെ നാറ്റോ ഈ ആറ്റുംകാട്ടയച്ചോ അങ്ങനെ ഒത്തുപോവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടീച്ചർ ഇപ്പം വെറും ടീച്ചറല്ല, നമ്മുടെ സമുദായത്തിന്റെ തന്നെ. വേണ്ട, എന്നെ ഇങ്ങനെ സമുദായത്തിന്റെ ആരും ആക്കണ്ട. എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് വിട്ടാരെ. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത്.